And welcome to the new video. In this video, we'll be discussing about the design of IAR filters from analog filters. Okay. ഇതുവരെ നമ്മൾ അനലോഗ് ഫിൽറ്റേഴ്സിൻ്റെ ഡിസൈനും അതിൻ്റെ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻസും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ലോ പാസ് അനലോഗ് ഫിൽറ്റർ ആയിരുന്നു. ലോ പാസ് അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫങ്ഷൻസ് HA അല്ലെങ്കിൽ HF എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടത്തി നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള HF എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പേരിന് വാല്യൂ ഇല്ല, എന്തായാലും HF എന്ന് വിചാരിക്കുക, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിലെത്തി നിൽക്കുകയാണ്. നമ്മളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസൈൻ IAR ഫിൽറ്റർ ആയിരുന്നു. IAR ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡൊമൈനിലുള്ള ഫിൽറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലുള്ളത് അനലോഗ് ഡൊമൈനിലുള്ള റിക്വയർഡ് തന്നിട്ടുണ്ടായിരുന്ന ഡിജിറ്റൽ സ്പെസിഫിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് ഫിൽറ്റർ HF ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് എന്തിലേക്ക് മാറ്റണം, ഡിജിറ്റൽ ഫിൽറ്ററിലേക്ക് മാറ്റണം. സോ ഡിജിറ്റൽ ഫിൽറ്ററിൽ നമുക്കറിയാം S ഡൊമെയിൻ അല്ല, പകരം Z ഡൊമെയിൻ ആണ്. അപ്പോൾ Z ഡൊമെയിനിലേക്ക് നമ്മൾ S ഡൊമെയിനിന് എങ്ങനെ മാറ്റും? അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ടെക്നിക്സ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറ്റുന്നത്. സോ അനലോഗ് ഡൊമെയിനിലെ HZ നിന്നും ഡിജിറ്റൽ ഡൊമെയിനിലെ HZ എങ്ങനെ മാറ്റും എന്നതാണ് പറയേണ്ടത്. അതിന് തന്നെ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് റെസ്പോൺസ്, ഇവിടെ IARൻ്റെ കേസാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനലോഗ് ഉണ്ടാക്കിയിട്ട് ഡിജിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉള്ളതുള്ളൂ. അതിൽ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എഫക്റ്റീവ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the j-omega axis in the S-plane should map into the unit circle in the Z-plane. ഓക്കെ, അപ്പോൾ S-പ്ലെയിനിൽ നമുക്ക് അറിയാം j-omega ആക്സിസ്, S-പ്ലെയിനിലെ j-omega ആക്സിസ് നമ്മളുടെ ഇവിടെ ഒരു യൂണിറ്റ് സർക്കിളിലേക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ S-പ്ലെയിനും ഇതാണ് വിചാരിക്കാം. ഇതിൽ ആദ്യത്തെ നമ്മളുടെ S-പ്ലെയിൻ ആണ്, സിഗ്മ. ഇത് നമ്മളുടെ j-omega ആക്സിസ്. അപ്പോൾ ഈ j-omega ആക്സിസ് ആണ് ഇവിടെ റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഇത് നമ്മുടെ Z-പ്ലെയിൻ ആണ്, ഇത് S-പ്ലെയിൻ എന്നാണ് വിചാരിക്കുക. പറയുന്നതാണ് ഈ j-omega ആക്സിസ് എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ എന്തിലേക്കാ, ഒരു യൂണിറ്റ് സർക്കിളായിട്ട് മാറണം എന്നാണ് പറയുന്നത്. ഓക്കെ, S-പ്ലെയിനിൽ നിന്ന് Z-പ്ലെയിനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇമാജിനറി ആക്സിസ്, ആ ഇമാജിനറി ആക്സിസ് ആണ് അവിടുത്തെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താണെന്ന് നമുക്കറിയാലോ. കാരണം ലെഫ്റ്റ് ഹാഫിൽ പോളുകൾ വന്ന ആളാണ് നമ്മുടെ സിസ്റ്റം ഫിൽറ്റർ സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പോൾസൊക്കെ നോക്കി ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഈ ഇമാജിനറി ആക്സിസ് ഇതിലൊരു യൂണിറ്റ് സർക്കിളിലേക്ക്, യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഇത് 1 ആയിരിക്കും. ഓക്കെ, ഇത് റിയൽ പാർട്ട് ഓഫ് സെഡും ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നുള്ള രീതിയിലുണ്ടാവും. ഓക്കെ, ഇത് J1 എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ എന്തായാലും ഒരു യൂണിറ്റ് സർക്കിളിലേക്ക് മാപ്പ് ചെയ്യാം, അതാണ് ഒന്നാമത്തെ കാര്യം. ദസ് ദർ വിൽ ബി എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ടു ഫ്രീക്വൻസി വേരിയബിൾസ് ഇൻ ദ ടു ഡൊമൈൻസ്. ഈ രണ്ട് ഡൊമൈനും ഫ്രീക്വൻസി വേരിയബിൾ തമ്മിലൊരു റിലേഷൻ ഡയറക്റ്റ് കിട്ടുന്ന രീതിയിൽ. പിന്നെ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ S-പ്ലെയിൻ ഷുഡ് മാപ്പ് ഇൻ ടു ദ ഇൻസൈഡ് ഓഫ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ Z-പ്ലെയിൻ. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞത്, ലെഫ്റ്റ് ഹാഫ് ഇതിൻ്റെ ഇൻസൈഡിലേക്ക്, അതായത് നമുക്കറിയാം ലെഫ്റ്റ് ഹാഫിലുള്ള പോൾസിൻ്റെയാണ് സ്റ്റേബിൾ. അപ്പോൾ ഇതിൽ ഇവിടെ ഈ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എവിടേക്ക് വരണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിലും കൂടി ആയിരിക്കണം അതിൻ്റെ മാപ്പിംഗ് എന്നതാണ് അടുത്ത പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇമാജിനറി ആക്സിസ് യൂണിറ്റ് സർക്കിളായിട്ടും ലെഫ്റ്റ് ഹാഫ് ഓഫ് S-പ്ലെയിൻ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിളായിട്ടും മാറണം. അപ്പോൾ ഒരു സ്റ്റേബിൾ അനലോഗ് ഫിൽറ്റർ വിൽ ബി കൺവേർട്ടഡ് ടു എ സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ. കാരണം ലെഫ്റ്റ് ഹാഫിലുള്ള പോൾസ് ഒക്കെ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലാണോ എന്നുള്ള രീതിയിൽ നോക്കി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു 4 മെത്തേഡ്സ് ആണ്. ദേ ആർ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഓർ ബാക്ക്വേർഡ് ഡിഫറൻസ് ടെക്നിക്, then the impulse invariant transformation, and the bilinear transformation, and finally the match set transform technique. ഓക്കെ, ഇങ്ങനെ ഒരു 4 ടെക്നിക്സ് ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ തൽക്കാലം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 കുറിച്ചിട്ടാണ്. അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇമ്പൾസ് ഇൻവാരിയൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഏതായാലും ഇതിലെല്ലാം ചെയ്യുന്നത് നമ്മൾ
നമുക്കൊരു എച്ച് ഓഫ് എസ് ഉണ്ടായിരിക്കും. എച്ച് ഓഫ് എസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, അനലോഗ് ഫിൽട്ടർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ നമ്മൾ എന്തായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, എച്ച് ഓഫ് സെഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എച്ച് ഓഫ് സെഡ് ആക്കണമെങ്കിൽ എസ്സിന് എന്ത് കൊടുക്കും ആസ് എ ഫംഗ്ഷൻ ഓഫ് സെഡ്, അതാണ് നമ്മളിവിടെ ഓരോന്നിലും മാറുന്നത്. ഇതാണ് നമ്മൾ ഓരോ ടെക്നിക്കിലും എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത ലെക്ചേഴ്സായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം.